നമസ്കാരം, ഞാൻ ലിജി. ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം മദ്യലഹരിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സീരിയൽ ആക്ടറായ സിദ്ധാർത്ഥ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപ്പുമുളകും സീരിയലിലെ ഒരു ആക്ടറാണ്. നേരത്തെ അതായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. നേരത്തെ തട്ടിയും മുട്ടിയും സീരിയലിൽ നമ്മൾ KPSC എഴുതിയും മഞ്ജു പിള്ളയും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ആ സീരിയലിൽ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ് പ്രഭു, മഞ്ജു പിള്ളയുടെ മകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ വണ്ടി ഓടിച്ചു വന്നിട്ട് ഒരു വണ്ടിയല്ല 2-3 വണ്ടികളെ ഇട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പം ആളുകളെല്ലാം കൂടെ പിറകെ പോയി വണ്ടി തടഞ്ഞു പിടിച്ചു. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. അപ്പം വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്താ പറയുക, ഈ പയ്യന് ഒരു സ്ഥലകാല ബോധം പോലും തീരെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ ഇടിക്കുകയും അടിക്കുകയും. അപ്പോഴൊക്കെ ഈ പയ്യൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളായിരുന്നു പറയുന്നത്. ഇനി ലഹരി മദ്യം മാത്രമാണോ മറ്റേതെങ്കിലും ലഹരി കൂടി ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് തോന്നിപ്പോകും. കാര്യം ദൈവം കോടതി അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാനെടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ മദ്യലഹരിയിൽ ആയ ആളുകൾ വന്നിട്ട് ഈ കഴുത്തിന് ഇങ്ങനെ പിടിച്ചു മുറുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം അയാൾ മദ്യലഹരിയിലാണ് അയാൾ ചെയ്തത്. അതിലേറെ മോശമായ ഒരു കാര്യം കുടിച്ചിട്ടായാലും അല്ലാതായാലും ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ച് അവർ തടഞ്ഞു നിർത്തി പിടിച്ചിറക്കുമ്പോൾ അവർ ചിലപ്പോൾ 1-2 അടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് കഴുത്തിൽ പിടിച്ച് മുറുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു രീതിയായി പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരുടെ സെലിബ്രിറ്റീസ്, അതായത് സീരിയൽ ആക്ടേഴ്സ് ഒക്കെ പുറത്ത് ഇതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അയാളോട് കാണിച്ചത് മഹാക്രൂരതയായിപ്പോയി, തെറ്റായിപ്പോയി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സത്യം തന്നെയാണ്, അയാളോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ അയാൾ ഈ മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ അപകടത്തിൽ ഒരാൾ മരിക്കുകയോ അതല്ലായിരുന്നെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വലിയ ഒരു അപകടം സംഭവിച്ചു, നികത്താൻ പറ്റാത്ത ഒരു അപകടത്തിലേക്ക് അയാൾ പോയിരുന്നുവെങ്കിൽ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മദ്യലഹരിയിൽ സാധാരണ ഒരാൾ ചെയ്താലും അതൊരു സെലിബ്രിറ്റി ചെയ്താലും തെറ്റ് തന്നെയാണ്. പിന്നെ ഈ കൂടിയ ജനങ്ങൾ ഒരാൾ കഴുത്തിന് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ കാലും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കാലൊക്കെ കെട്ടിയിട്ടതിനൊന്നും യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. നമുക്ക് അറിയാവുന്നതാണ്, മദ്യലഹരിയിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മദ്യലഹരിയിലാകുമ്പോൾ ആൾക്കാർക്ക് അസ്വാഭാവികമായിട്ടുള്ള ഒരു ധൈര്യം കിട്ടും. അതുകൊണ്ടായിരിക്കും ഈ പയ്യൻ വണ്ടി ഇടിച്ചിട്ടും നിർത്താതെ പോകാനും രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു. കൺട്രോൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പോലീസിന്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ ഇവരെ ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്താലേ പറ്റും. അപ്പോൾ അവരെ കെട്ടിയൊക്കെ ഇടും. അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് വേണം, ഈ കുറ്റം ചെയ്യാൻ പോകുന്നവർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുക, അതല്ലെങ്കിൽ എവിടെയാണോ മദ്യപിക്കുന്നത് അവിടെ കിടന്നുറങ്ങുക, അതും അല്ലെങ്കിൽ മദ്യപിച്ച് അറ്റ്ലീസ്റ്റ് വണ്ടി ഡ്രൈവ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജിഷിനും ബിഗ് ബോസ് സീസൺ 7 ജിഷിന്റെ ഭാര്യയൊക്കെ വന്നിട്ട് പയ്യനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ജിഷിന്റെ ഭാര്യയ്ക്ക് സത്യത്തിൽ ഇയാൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് സാധാരണക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു പൊതു സ്ഥലത്ത് വെച്ച് സംഭവിക്കുകയാണെങ്കിൽ ഒരാൾ ആ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഒരു കൂട്ടം ജനങ്ങൾ കൂടുകയും ചെയ്യും. വരുന്നവരും പോകുന്നവരും എല്ലാം അയാളെ താറുമാറെടുത്തിട്ട് അടിക്കും. ഈ അടിക്കുന്നവർക്ക് ചിലപ്പോൾ വന്ന് നിന്ന് 2 അടി അടിച്ചിട്ട് പോകുന്ന ആൾക്ക് ആ അടിച്ചതിന്റെ കാരണം പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അത് സാധാരണക്കാരൊന്നല്ല, സെലിബ്രിറ്റി ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ എല്ലാവരും വണ്ടി ഓടിച്ച് നടക്കാനുള്ള ലൈസൻസ് ഒന്നും ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ ജിഷിന്റെ ഭാര്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സിദ്ധാർത്ഥ പ്രഭു ചെയ്ത കുറ്റത്തിന് ഗവൺമെന്റ് കൂടി ഉത്തരവാദിയാണെന്ന്. ഗവൺമെന്റ് എങ്ങനെ ഉത്തരവാദിയാവും? അതായത് ഗവൺമെന്റ് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇനി BJP ആയിക്കോട്ടെ, നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രധാന ഒരു വരുമാനം വരുന്നത് ബിവറേജസിൽ നിന്ന് തന്നെയാണ്. അതിപ്പം ഒരു സിദ്ധാർത്ഥ പ്രഭുവിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു 100 പേർക്കോ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റിന്റെ ഇൻകം തന്നെ നമുക്ക് തടഞ്ഞു വെക്കാനൊന്നും പറ്റത്തില്ല. ഈ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ട് ആൾക്കാർ ഏതെല്ലാം രീതിയിൽ ഇതിനേക്കാൾ ഏറെ മോശമായി പോയി കേരളത്തിലെ അവസ്ഥ. ഇടാന്തോറും ആളുകൾ വാറ്റി മദ്യം ഉണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഇതിനേക്കാളും പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോയത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് ഗവൺമെന്റിനെ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ബിവറേജസ് തന്നെയാണ്. അത് നിർത്താനൊന്നും ഇതുപോലെ ഒരു സിദ്ധാർത്ഥ പ്രഭു അല്ലെങ്കിൽ ഒരു 100 സിദ്ധാർത്ഥ പ്രഭുവിനോ വേണ്ടിയിട്ട് കേരളത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം നിർത്തിവെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അവർ ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ആകുന്ന സമയത്ത് ആരാണോ അത്, ഒരാൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഏതൊരു അപകടം വന്നാലും അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക, അത്രമാത്രമേ. മദ്യലഹരിയിലാണ് ആ ഡ്രൈവർ എങ്കിൽ ആ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അയാളുടെ ലൈസൻസ് റദ്ദാക്കുക. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് അത് സാധാരണക്കാരന്റെ ആയാലും സെലിബ്രിറ്റിയുടേതായാലും അത് അവരുടെ ഉറ്റവരെയും അവരുടെ ബന്ധുക്കളെയും സംബന്ധിച്ച് വിലപ്പെട്ടത് തന്നെയാണ്. അവിടെ സെലിബ്രിറ്റി എന്നോ അതല്ലെങ്കിൽ സാധാരണക്കാരനാണെന്നോ എന്നും കരുതിയൊന്നും തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിരുന്ന് ഈ പയ്യനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്ക് വീണ്ടും എടുക്കാൻ തന്നെ ഒരു കാരണം. നമ്മുടെ ജിഷിന്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇന്നലെ കണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിൽ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ ചെയ്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതല്ല വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു.
ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. ന്യായീകരണവും വിശദീകരണവുമായിട്ടുള്ള വീഡിയോസ് ആണ് എന്നെ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നാൻ ഇടയായ കാരണം. അപ്പൊ നിങ്ങൾ ഇവരുടെ ഈ ജിഷിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ജിഷിന്റെയും വൈഫിന്റെയും ഒക്കെ ഈ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണക്കാർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിനും വൈഫും ഒക്കെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.